നിങ്ങൾ മതത്തെ ആക്രമിക്കുന്നു, പ്രവാചകനെ ആക്രമിക്കുന്നു, ഇടപെടരുത്. അത് ഹദീസാണ്, ഒരുപാട് ഹദീസുണ്ട്. അറബിയിൽ പറയാത്തത് അങ്ങനത്തെ ഒരു വേദി അല്ലാതെ കൊണ്ടാണ്. നിങ്ങൾ ഇങ്ങനെ കൈവക്കല്ല ആര്യ സാഹിബ്, അങ്ങനെ പറയാൻ സമ്മതിക്കൂ? മതത്തിലേക്ക് ആളെ കൂട്ടുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ്. അതിനു വേണ്ടിയിട്ടുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതികൾ ഉപയോഗിക്കുക എന്നുള്ളത് മതത്തിന്റെ ഭാഗമാണ്. അതിലേക്ക് ആളെ കൂട്ടിയിട്ടുമുണ്ട്, അതിന് പണം പറ്റിയിട്ടുമുണ്ട്. എന്താ അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാൻ വന്നിരിക്കുകയാണ്. ഇത് നമുക്കറിയാം. ഓരോ വർഷം സൗദി അറേബ്യയിൽ നിന്നൊക്കെയുള്ള കണക്കുകൾ വരെ പുറത്തേക്ക് വിടാറുണ്ട്. ഓരോ വർഷം ഇത്ര ആൾ മതത്തിലേക്ക് വന്നു, അതിന് ഇത്ര രൂപ ചെലവാക്കി. അതിൽ പ്രധാനമായിട്ട് ഇപ്പൊ ഈ ജയിലറകളിലൊക്കെ കിടക്കുന്ന കഥകളൊക്കെ വെച്ചുകൊണ്ട് ഈ പറയുന്ന ദാവത്ത് നടത്തുന്ന ആളുകൾ തന്നെയാണ് പറയാ. എന്താ എന്റെ ഉദ്ദേശം? അങ്ങ് അമേരിക്കയിലേക്ക് നോക്കൂ, അവിടെ ഇഷ്ടംപോലെ ആളുകൾ ഈ ജയിലിൽ കിടക്കുന്ന ആളുകൾ കുറ്റവാളികൾ മുഴുവൻ ഇസ്ലാമിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വീമ്പളക്കുന്ന കുറ്റവാളികൾ ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിന്റെ കുഴപ്പമായിട്ടാണ് മാറുക. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? അത് ഒരു മനസ്സിലാക്കില്ല. എന്തായാലും ഇതൊക്കെയാണ് അവിടെ എടുത്ത് പറയാനുള്ളത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയല്ല, ഇസ്ലാമിൽ കൺസെപ്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല, ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ കേട്ടു. രാജ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇസ്ലാമിലില്ല, അത് ശരിയാണ്. പക്ഷേ ഖുർആനിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ്, കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഞാൻ വിശ്വസിക്കില്ല. ഇത് കൂടാതെയാണ് കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറയുന്ന 9:5 പോലെയുള്ള മറ്റായത്തുകൾ. എന്താ ഒരു എല്ലൊടിയാണ് ഒച്ച കേട്ടത്? എല്ലൊടിഞ്ഞിട്ടില്ലടാ, ഒടിയാൻ പോണേ ഉള്ളൂ. ഭൂമിയിലുള്ള ഓരോ ഇഞ്ച് ഭൂമിയിലും എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെ മുഴുവൻ, ഇനിയിപ്പോ നമ്മൾ എവിടെയും ചന്ദ്രനിൽ പോയി എന്ന് വിചാരിക്കുക, അവിടെയാണെങ്കിലും അവിടെയും ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ആളുകൾ മുഴുവൻ മുസ്ലിമായി മാറുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോ ഇസ്ലാം ഒരു ഭൂലോകത്തെ മൊത്തം തിരിച്ചിരിക്കുന്ന രണ്ടായിട്ടാണ്. ഒന്ന് ദാറുൽ ഇസ്ലാം, ഒന്ന് ദാറുൽ ഹർബ്. അപ്പോ ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇസ്ലാം ഉള്ളത് അത് ദാറുൽ ഇസ്ലാം. ദാറുൽ ഹർബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയൊക്കെ ദാറുൽ ഹർബായിട്ടാണ് കണക്കാക്കാൻ കഴിയും. കാരണം അവിടെ മറ്റുള്ള ആളുകളുണ്ട്, ഇസ്ലാമിന്റെ ഭരണമല്ല അവിടെ ഉള്ളത്. അപ്പോൾ ഇസ്ലാമിന്റെ ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ നടക്കണം. അതിൽ വേണ്ടത് എന്താണ്? ആൾബലം കൂട്ടുക. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പല പണികളുണ്ട്. അതിൽ ഒന്നാണ് ഈ പറയുന്ന ദാവത്ത്. അതിന്റെ മറ്റൊരു വഴിയാണ് ഈ കൺവേർഷൻ ജിഹാദ് അല്ലെങ്കിൽ മാരേജ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നത് അവിടെയാണ്. ഇവൻ മഹാ തെണ്ടി തന്നെ. ഇസ്ലാമിൽ നന്മയല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അതിനുള്ള ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ഹദീസ് തന്നെയാണ്. അതിൽ പറയുന്നത്, അറേബ്യൻ പെനിൻസുലയിൽ നിന്നും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും മുഴുവൻ ഞാൻ അടിച്ചോടിക്കും, ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞത് സാക്ഷാൽ മുഹമ്മദ് നബിയാണ്. അത് മരിക്കാൻ കിടക്കുമ്പോൾ ആ കിടക്കപ്പായി കിടന്നിട്ട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വളരെ മാനവിക വിരുദ്ധവും വർഗീയപരവുമായിട്ടുള്ള, ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ വിഘടനപരവുമായിട്ടുള്ള ഒരു വാദം ഉന്നയിക്കാൻ ഒരു പ്രവാചകന് സാധിക്കുന്നു എന്ന് വരുന്നോട് തന്നെയാണ് ഇതിന്റെയൊക്കെ കുഴപ്പം നമ്മൾ ചൂണ്ടിക്കാണിച്ച് ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള അല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ മതത്തിൽ നിന്ന് വിട്ടകന്ന് നടക്കുന്നത്. സാറിന് തലയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ അത് മാറി. അതാണ് ഞാൻ ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഒറ്റവാക്കിൽ പറഞ്ഞാല് ഈ പറയുന്ന സംഗതികളെ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നതാണ്. ഇനി രണ്ടാമത്തത്, ഇവിടെ ഇതിനൊക്കെ ആരെങ്കിലും തള്ളി പറഞ്ഞു എന്നുള്ളത്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഇവിടെ അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു തീവ്രവാദി മരിച്ചപ്പോ, അയാളെ തൂക്കിക്കൊന്നപ്പോ ഇവിടെ മയ്യത്ത് നിസ്കരിച്ചത് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ തീരുമാനിക്കുക. അത് തീവ്രവാദികളാണോ നിസ്കരിച്ചത്, അത് സാധാരണ മുസ്ലിങ്ങളാണോ നിസ്കരിച്ചത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇവിടെ യഹിയ സിൻവർ ഈ അടുത്ത് ഇവിടെ ഇസ്രായേലിന്റെ അവിടെ നിന്ന് വെടികൊണ്ട് അവിടെ ചത്തപ്പോ അയാൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മയ്യത്ത് നിസ്കരിച്ചു. അതാരാണ് നിസ്കരിച്ചത്? അതും ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളാണോ തീവ്രവാദി മുസ്ലിങ്ങളാണോ നിങ്ങൾ തീരുമാനിക്കുക. അതേപോലെ ഹനിയയ്ക്ക് വേണ്ടിയിട്ട് നിസ്കാരം, ഇതേപോലെ മറ്റൊരു തീവ്രവാദിയാണ്. അതേപോലെ ഒസാമ ബിൻ ലാദന് വേണ്ടിയിട്ട്, അത് ഞാൻ ഉണ്ടായിരുന്ന മഹൽ പള്ളിയിൽ നടന്ന കാര്യമാണ് ഈ പറയുന്നത്. അയാൾക്ക് വേണ്ടിയിട്ടും ഇവിടെ നിസ്കരിക്കുന്നു. അങ്ങനെ ലോകം കണ്ടിട്ടുള്ള തീവ്രവാദികൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന മലയാള മണ്ണ്. അതേപോലെ ഈ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രങ്ങൾ, അത് ആനപ്പുറത്ത് കയറ്റുന്ന ഒരു മണ്ണ്. പോട്ടെ, ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ നിരോധിച്ച സമയത്ത് നമ്മൾ എന്താ കണ്ടത്? അത് നിരോധിച്ചത് ശരിയായില്ല, അത് മുസ്ലിം വേട്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും ന്യായീകരിക്കുക, അതിനെയും ഡിഫെൻഡ് ചെയ്യുക, അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയൽ ഇവിടെ ഉണ്ടായത്. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ആ പറയുന്ന കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞത് എല്ലാവരും പറഞ്ഞു. അത് ഇവിടുത്തെ ഇടതുപക്ഷവും പറഞ്ഞു, ഇവിടുത്തെ മുസ്ലിം ലീഗും പറയുന്നു, നാട്ടുകാരും മുഴുവൻ പറഞ്ഞു. സാധാരണ മുസ്ലിമും ഇന്നും വിളിച്ചു പോകുന്നത്, അവരെ ഉറക്കത്തിൽ വിളിച്ചു വെച്ചാൽ അവർ പറയുന്നതാണ് അത് ശരിയായില്ല എന്ന് പറയുള്ളൂ. അപ്പോൾ ഒരു വശത്ത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാണെന്ന് പറയുന്ന ആളുകൾ അവിടെ ഉണ്ടായിരിക്കുക, അതിന്റെ കാര്യകാരണങ്ങൾ, അതിന്റെ മറ്റുള്ള ഓരോ ലക്ഷണങ്ങൾ നമ്മളിവിടെ പറയുമ്പോൾ സാമ്പത്തിക ഭീകരത വരെ ഇവിടെ ഇറക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴും അവർക്ക് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് അതൊരു തീവ്രവാദ സംഘടനയാണെന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല.
പഹൽഗാമിലുള്ള ആക്രമണം നടന്നു, അതിൽ മതമുണ്ട്. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും അപ്പോഴും ഇവിടെ പറയുന്നത് ഈ തീവ്രവാദത്തിന് മതമില്ല എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഇതെല്ലാം കണ്ടിട്ടും നിങ്ങൾ തീവ്രവാദത്തിന്റെ മതത്തെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ മതത്തിലുള്ള തീവ്രവാദ ആശയത്തെ കുറിച്ച് പറയുമ്പോൾ, അത് ഞങ്ങളുടെ ഇസ്ലാം അങ്ങനെയല്ല, എന്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യഥാർത്ഥത്തിൽ ഇത് നടപ്പിലാക്കുന്ന ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് യഥാർത്ഥ ഇസ്ലാം അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരിയാവില്ല. കാരണം ഇതെന്താണ്, നോട്ട് ട്രൂ സ്കോട്ട്സ്മാൻ ഫാലസിയാണ്, ഒരു ന്യായ വൈകല്യാണ്. അത് ഇവിടെ എടുക്കില്ല. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല. ഇല്ല, നിങ്ങൾ ഇനി അത് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റ ചോദ്യം ഞാൻ ഈ പറയുന്ന ആളുകളൊക്കെ ഞാൻ ചോദിക്കാനുള്ളൂ. അതായത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇതിലല്ലാതെയുള്ള എന്ത് സംഗതിയാണ് മുഹമ്മദ് നബി ചെയ്തിട്ടുള്ളത്? മുഹമ്മദ് നബി ചെയ്യാത്ത എന്ത് കാര്യമാണ് ഈ പറയുന്ന ചങ്കൂർ ബാബ ചെയ്തിട്ടുള്ളത്? മുഹമ്മദ് നബി ചെയ്യാത്ത എന്ത് കാര്യമാണ് ഈ പറയുന്ന താലിബാൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഐസിസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലഷ്കർ എ തോയ്ബ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഹമാസ് ചെയ്തിട്ടുള്ളത്, TRF ചെയ്തിട്ടുള്ളത്, പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തിട്ടുള്ളത്? എന്റെ പൊന്ന് ചേട്ടാ, ഈ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. പോപ്പുലർ ഫ്രണ്ടുകാർ മിഷൻ 2047 ഡോക്യുമെന്റിൽ വരെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ കുറിച്ച് പറയാം, അതിനു വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകളെ കുറിച്ച് പറയാം, അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനെ കുറിച്ച് പറയാം, കള്ള കരാറുകളെ കുറിച്ച് പറയാം. ഈ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു കള്ള കരാർ പോലും മുഹമ്മദ് നബിയാണ് അത് ചെയ്തു വെച്ചത്. ഇത്തരത്തിലുള്ള എല്ലാ മാതൃകയും ഈ പറയുന്ന മതത്തിൽ ഉണ്ടായിരിക്കുക. ഇത് നമ്മളെടുത്ത് പറയുമ്പോൾ അത് എന്റെ മതം അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയാവില്ല. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് നബി ചെയ്യാത്ത എന്ത് കാര്യമാണ് ഈ കണ്ട ആളുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്? ഒരു ഉദാഹരണം നിങ്ങൾ പറയൂ. എന്റെ ജീവിതം കുളം കോരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഇതിന് രക്ഷപ്പെട്ടേ പറ്റൂ. ആദ്യം മനസ്സിലാക്കേണ്ടത് ഹദീസ്, അതായത് പ്രവാചകന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഉണ്ടായിട്ടുണ്ട്, പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കാതെ വെറും എല്ലാം കൊണ്ടും സംശുദ്ധമായ റിപ്പോർട്ടുകളുടെ ഏകീകരണമാണ് ബുഖാരി മുസ്ലിം എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം. ഞാൻ സഹീഹ് മുസ്ലിമിലെ ഹദീസാ പറഞ്ഞത്. ഞാനൊന്നും മിണ്ടുന്നില്ലേ. ലക്ഷക്കണക്കിന് കള്ള ഹദീസുകളുണ്ട് ലോകത്ത്. അറബിയിൽ വരുന്നതൊന്നും സ്വീകാര്യമല്ല. പ്രവാചകന്റെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവനും മാനുഷിക നിർമ്മിതിയുടെ അടയാളങ്ങളായിരുന്നു. അല്ല, നിങ്ങൾക്ക് സ്വീകാര്യമായ ഹദീസുകൾ ഏതാണ് വാണിമേൽ? ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കള്ള ഹദീസുകൾ, ഒരുപാട് നിങ്ങൾക്ക് സ്വീകാര്യമായ ഹദീസുകൾ ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതിപ്പോ പറയട നാട്ടുകാരോട്. ബുഖാരി മുസ്ലിം എന്ന് പറയുന്ന സ്വീകാര്യമായ ഹദീസ് ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ മുഴുവനും സ്വീകാര്യമാണ്. ഒരുപാടുണ്ട്. തിരുത്തുണ്ട് കേട്ടോ, അങ്ങനെയാണ് പറയുന്നത്. ഇത് വലിയ മാറണല്ലോ. ഞാൻ കേട്ടോളൂ. ഒന്ന്, മനുഷ്യർക്കിടയിൽ അറബികളും അനറബികളുമില്ല, കറുത്തവനും വെളുത്തവനുമില്ല. ഹദീസാണ്. നിന്റെ വീട്ടിൽ നീ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പുറത്തുള്ളവൻ വിശക്കുമ്പോൾ നിന്റെ ഭക്ഷണം സ്വീകാര്യമല്ല. അത് ഹദീസാണ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. നീ ഒരു മതേതര സംവിധാനത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ മതങ്ങളെയും മതചിഹ്നങ്ങളെയും നീ ബഹുമാനിക്കുക. അത് ഹദീസാണ്. ഒരുപാട് ഹദീസുണ്ട്. അറബിയിൽ പറയാത്തത് അങ്ങനത്തെ ഒരു വേദിയല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഇങ്ങനെ കൈവക്കല്ല ആര്യ സാഹിബ്, അങ്ങനെ പറയാൻ സമ്മതിക്കൂ. സമയം തരണം. നിങ്ങൾ ഈ കേൾക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ തെരഞ്ഞെടുപ്പിക്കുകയാണ്. നിങ്ങൾ ഇസ്ലാമിന്റെ പേര് വെക്കുന്നു, ഇസ്ലാമിന്റെ സുഖം അനുഭവിച്ചിട്ടാണ് നിങ്ങൾ അവസാനം ഇസ്ലാമിനെ തള്ളി പറയുന്നത്. അതിനെ കിട്ടിയല്ല എന്തുകൊണ്ടാണോ എനിക്ക് സംഭവം. എനിക്ക് പ്രവാചകന്റെ ജീവിതം മുഴുക്കെ ബർണാഷ, ഷേക്സ്പിയർ, ഗോയിത്തെ, എന്തിന് കാറൽ മാർക്സ് പോലും പറയുന്നു. കാറൽ മാർക്സ് പോലും പറഞ്ഞു എന്താ അറിയാമോ? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. പക്ഷേ മുഹമ്മദിന്റെ മതം അങ്ങനെയല്ല. കാറൽ മാർക്സ് പറഞ്ഞു അങ്ങനെ. കാറൽ മാർക്സ് എഴുതി വെച്ചതാണ് കേൾക്ക്. എന്താ പറയുന്നത്? മുഹമ്മദിന്റെ മതം എന്തുകൊണ്ടറിയാം? അന്ന് ക്രൈസ്തവ രാജ്യത്ത് തൊഴിലാളികൾ തൊഴിലെടുത്തിൽ ശമ്പളം ചോദിക്കുമ്പോ വേതനം കൊടുക്കാതെ കൈകൂട്ടിക്കെട്ടി മർദ്ദിക്കുമായിരുന്നു മുതലാളിമാർ. അപ്പം കാറൽ മാർക്സ് പറഞ്ഞു, ഇത് മുഹമ്മദിന്റെ മതം അംഗീകരിക്കുന്നില്ല. എന്നാ അറിവ്, എന്നാ അഴക്. പ്രവാചകൻ പറഞ്ഞതാ. എന്താ പറഞ്ഞറിയോ? പ്രവാചകനെ ഉദ്ദേശിച്ചുകൊണ്ട് കാറൽ മാർക്സ് പറയാണ്, മുഹമ്മദിന്റെ മതം അങ്ങനെയല്ല. വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞ മതമാണ് മുഹമ്മദിന്റെ മതം. ഇസ്ലാം മുഹമ്മദിന്റെ മതമല്ല കേട്ടോ, ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? പറയട്ടെ. അപ്പോൾ പ്രവാചകന്റെ ജീവിതം മുഴുക്കെ എല്ലാം കൊണ്ടും സമൂഹത്തിന്, സമുദായങ്ങൾക്ക്, രാഷ്ട്രത്തിന് എങ്ങനെ ഭരിക്കണം, എങ്ങനെ ചിന്തിക്കണം എല്ലാം പഠിപ്പിച്ചു കൊടുത്തൊരു പ്രവാചകൻ. ഭയങ്കരം തന്നെ. മാത്രമാണോ ഗോയിന്റെ, എംഗൽസ്, സീനോ, വില്യം മൂർ, എന്തിനേറെ പറയുന്നു മഹാത്മാഗാന്ധി, ടാഗോർ, എന്തിനേറെ ട്രെയിൻ ടു പാകിസ്ഥാൻ എഴുതി അവാർഡ് നേടിയ ഖുശ്വന്ത് സിംഗ് വരെ ഇന്ത്യയിൽ വെച്ച് പറഞ്ഞത് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരു ഘട്ടം പോലും അപകടകരമായിട്ടുണ്ടായിട്ടില്ല. മനുഷ്യനെങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭരിക്കണമെന്ന് പഠിച്ചു കൊടുത്ത, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു പ്രത്യയശാസ്ത്രത്തെ നയിച്ചു കൊണ്ടുപോയ ഒരു പ്രവാചകൻ.
ആ പ്രവാചകന്റെ Yes. വാക്ക് കള്ളമാണെന്ന് പറയുന്ന ഹദീസെ അങ്ങയുടെ പേര് മാറ്റണം. എന്താ പറയാ നിങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ മുജാഹിദായിരുന്നു എന്ന്. അങ്ങനെ ഇതാണോ പഠിച്ചത്? എനിക്ക് വേദനയുണ്ട്. അങ്ങോട്ട് മാറി എന്ന് അറിയാം. എന്റെ ദുഃഖത്തോടെ ഞാൻ പ്രതിഷേധിക്കുകയാണ്. വാണിവേൽ ഇങ്ങനെ പറഞ്ഞു പോവാതെ. ദേശവിരുദ്ധ പ്രവർത്തനം നടന്ന ഘട്ടങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അടിയന്തര പ്രമേയം നടത്തിയാൽ ഞാൻ വെല്ലുവിളിക്കുന്നു. വലിയ കാര്യം. അടിയന്തര പ്രമേയം ഇറക്കിയാൽ പോരല്ലോ. ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ സാധാ പ്രവർത്തകൻ അവൻ ദേശവിരുദ്ധ പ്രവർത്തനം ഏർപ്പെട്ടു എന്ന് പറഞ്ഞു. മാത്രമല്ല നിങ്ങൾ പറയുന്ന ദേശവിരുദ്ധ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്തു എന്ന് തെളിയിച്ചാൽ പോലും നിങ്ങളോടൊപ്പം ഞാൻ BJP കയറാൻ തയ്യാറാണ്. കഴിയില്ല. എന്തുകൊണ്ടെന്നറിയോ? തന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പാർട്ടികളെക്കാൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പിതാക്കന്മാരെ നമ്മുടേത്. കുറെ നേരമായാലും നീ കിടന്ന് കാറണേ. കാറും ഇനിയും കാറും. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. അല്ല നേരത്തെ അധ്യക്ഷൻ ഒരു മിനിറ്റ് ഇങ്ങനെ ബെല്ല് ബ്രേക്ക് ഇല്ലാതെ പോവാതെ. ഒരു 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ തരണ്ടേ? അവന് മിണ്ടായിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം തുടങ്ങിയത് UP ആണ്. പിന്നെ നിങ്ങൾ മതത്തെ ആക്രമിക്കുന്നു, പ്രവാചകനെ ആക്രമിക്കുന്നു, നിങ്ങൾ മതത്തെ ഇത് ന്യായീകരിക്കാൻ വന്നോണ്ടല്ലേ? ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകുന്നേ. അതായത് അദ്ദേഹം പറഞ്ഞു ഇപ്പോ അല്ല അജ്മൽ കസബിനും അതുപോലെ ഇയാസിനും മയ്യത്ത് നിസ്കാരം നടത്തിയ നാടാണ് കേരളം. അത് മുസ്ലിങ്ങളല്ലേ? ഉരുണ്ട് കളിക്കാൻ നോക്കിയാ നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും. പ്രവാചകനെ മോശമായി അവതരിപ്പിച്ച ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇനി കടങ്ങിരിക്കാൻ വയ്യ. അത് വൈകാരികമല്ല. ഞാൻ വിശ്വസിക്കുന്ന ഇത് വിശ്വാസത്തിന്റെ അറബിയിലുള്ള ഹദീസ് മലയാളത്തിൽ പറഞ്ഞാലും മോശമാവും. ചോദ്യത്തിന് മറുപടി പറ. മയ്യത്ത് നിസ്കാരം അജ്മൽ കസബിനും ഇയാസിനും വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തിയവർ ആരാണ്? കേരളത്തിലുള്ളവർ ആരാണ്? ഒന്നുകൂടെ പറയാം. നിങ്ങൾ വെച്ച ചർച്ച ഏതാണ്? നിങ്ങൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും മോനെ അടങ്ങ്. നിങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് പറയൂ. നിങ്ങൾ വികാരം കൊള്ളല്ലേ? ഒരു എനിക്കിതിരി ദണ്ണുണ്ട്. ഇവിടെ വികാരം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ വാണിമേൽ കേൾക്കൂ. ഒരു മിനിറ്റ് അദ്ദേഹത്തിനോട് പറയാനുള്ളത് കേൾക്കുന്നു. അത് ശരി. ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുകൂടി അയക്കും. നമ്മൾ നിങ്ങളോടൊന്നും വിരോധപ്രകാരം ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ചില കാര്യങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നു, അത്രേ ഉള്ളൂ. അതായത് ഇവിടെ നമ്മൾ പറയുന്ന സംഗതി, ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലേതാണ് ഈ ഇസ്ലാമിൽ പറയാത്തത് അല്ലെങ്കിൽ മുഹമ്മദ് നബി ചെയ്യാത്തത് എന്നേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതിന് നിങ്ങൾക്ക് ഒരു ഉത്തരവില്ല. ഒന്നത്. രണ്ട്, ഇവിടെ ഈ പറയുന്ന ഞാൻ സംസാരിക്കട്ടെ. അസ്വബ്റു നിസ്ഫുൽ ഈമാൻ. ക്ഷമ കൈക്കൊള്ളൂ. ഓക്കെ. ക്ഷമ. അസ്വബ്റു നിസ്ഫുൽ ഈമാൻ. ക്ഷമ. അസ്വബ്റു നിസ്ഫുൽ ഈമാൻ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഈ അറബിയിൽ ഇപ്പൊ ഹദീസിന്റെ കാര്യം പറഞ്ഞു. ഇതിലേക്കൊക്കെ വരേണ്ടി വന്ന എന്തുകൊണ്ടാ? നിങ്ങൾ ഈ പറയുന്ന ചാങ്കൂർ ബാബയെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഇസ്ലാമിൽ ഇല്ല എന്ന് തള്ളി പറയുമ്പോൾ അത് ഇസ്ലാമിൽ ഉണ്ട് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. അവിടെ നിങ്ങൾ ഇല്ല എന്ന് പറയാൻ നിൽക്കുമ്പോൾ നമ്മൾ അത് ബാക്കിയുള്ളത് കൊണ്ടുവരും. വേലായുധം കുട്ടി, നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട. എന്തിനായിരുന്നു നിൽക്കുന്നത്? നിങ്ങൾ പറയേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഹിന്ദു മതത്തിലെ പല കാര്യങ്ങളിലൂടെ കാണുമ്പോൾ ഹിന്ദു മത വിശ്വാസികൾ എന്താ വെച്ചാൽ, ഇങ്ങനെ മതത്തിലുണ്ടോ എന്നാ ഞങ്ങൾ അത് തള്ളി എന്നാണ് പറയാറ്. അല്ലാതെ ഇത് ഹിന്ദു മതമല്ല എന്ന് പറഞ്ഞിട്ട് മെഴുകാൻ നിൽക്കാറില്ല. നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഈ മെഴുകലാണ്. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. അപ്പൊ നമ്മളത് അറിഞ്ഞ എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ പറയും. അപ്പൊ നിങ്ങൾ കിടന്ന് വികാരം കൊണ്ടിട്ട് കാര്യമില്ല. പിന്നെ ഈ ഹദീസിന്റെ കാര്യം പറയുമ്പോൾ ആളുകളെ ഇത് വീക്ക് ആയിട്ടുള്ള ഹദീസാണ്, ഫേബ്രിക്കേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു. അണ്ണന്റെ വേലയൊക്കെ അങ്ങ് കൈ വെച്ചേക്കണ്ണ. ഇന്ന് ഹദീസ് എന്താണെന്നും സ്വഹീഹായ ഹദീസ് ഏതാണെന്നും ഞാനിവിടെ ഉദ്ധരിച്ചത് പോലും സഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് ആയിരിക്കെ അത് സഹീഹ് അല്ല എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് ഇത് വിരൽ തുമ്പിൽ കിട്ടും. ഈ പറയുന്ന വാക്കുകൾ, അതായത് എക്സ്പെൽ, ജ്യൂസ്, ക്രിസ്ത്യൻസ്, അറേബ്യൻ പെനിൻസുല, ഈ 4 വാക്കുകൾ ഗൂഗിൾ അടിച്ച കറക്റ്റ് ഹദീസ് അവിടെ മുന്നിൽ വരുന്ന കാലഘട്ടത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ ഈ 6-ാം നൂറ്റാണ്ടിലെ ബുദ്ധി പ്രകാരം കാര്യങ്ങൾ പറഞ്ഞാലൊന്നും ഇവിടെ വിലപ്പോവില്ല. ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയയുടെയും ഇന്റർനെറ്റിന്റെ യുഗമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ഈ ചാങ്കൂർ ബാബയുടെ കാര്യം പറയുമ്പോൾ അത് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. അത് ഇവിടെ വരുമ്പോൾ അത് ഇന്ത്യൻ മതേതരത്വത്തിനും നമ്മൾ മുന്നോട്ട് വെക്കുന്ന കോഎക്സിസ്റ്റൻസിന്റെ പ്രിൻസിപ്പിൾസിനും എതിരാണ്. അങ്ങനെ ഒരു സംഗതി മതത്തിലുണ്ടെങ്കിൽ ഞാൻ ആ മതത്തിൽ ആ ഏരിയയെ ഞാൻ തള്ളുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടാവില്ലേ കൈയടിക്കാൻ? അതിന് പകരം നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾ ഈ പറയുന്ന സാധനം മതത്തിലില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആളുകൾ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ട് തള്ളി മറിക്കാൻ നിന്നാൽ അത് ഇവിടെ വില പോകില്ല. അത് നോട്ട് ട്രൂ സ്കോട്ട്സ്മാൻ ഫാലസി എന്ന് പറയുന്ന ഒരു ന്യായ വൈകല്യം മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ ശരിയാവില്ല. എന്റെ ഇസ്ലാം അങ്ങനെയല്ല, ഞാൻ കണ്ട മതം അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇയാൾ കള്ളം പറയാ.
ഇതാണ് മതം പഠിപ്പിക്കുന്നത്. ഈ ഭൂമി മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നത് വരെയും ജിഹാദ് ചെയ്യുക എന്നത് തന്നെയാണ്, യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ പണം കൊടുത്തും ആളുകളെ വശീകരിച്ചും, ഇനി നമ്മൾ സക്കാത്തിന്റെ അവകാശികളുടെ എണ്ണം പറയുന്നുണ്ടല്ലോ, അതിനകത്ത് ഒരു കൂട്ടം ഏതാണ്, അതായത് ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് പണം കൊടുക്കാം. അപ്പൊ പണം കൊടുക്കുന്നത് ഇസ്ലാമിൽ ഈ സക്കാത്തിന്റെ അവകാശികൾ 8 പേരെ എണ്ണിയതിൽ ഒന്നാണത്. അതെന്താ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത്? അപ്പൊ ഈ പണം കൊടുത്തുകൊണ്ട് ഇതുപോലെ കൺവേർഷന് വേണ്ടി നിൽക്കുന്ന ആളുകളെ അത് പണം കൊടുത്ത് ഇങ്ങോട്ട് വലിച്ചിടുന്ന പണി എന്ന് വെച്ചാൽ ബ്രൈബ് ചെയ്യുന്ന പണി, ഈ കൈക്കൂലി കൊടുക്കുന്ന പണി, എന്നിട്ട് മതം വളർത്തുന്ന പണി, ഇത് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്ന സാധനമാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ടും എന്റെ കൈകൊണ്ടും ചെയ്തിട്ടുള്ള പണികളാണ് ഈ പറയുന്നത്. ദഅവത്ത് എന്ന് പറയുന്ന സാധനം കുറെ കാലം ചെയ്ത് നടന്നൊരു മനുഷ്യനാണ് ഞാൻ. ഈ സലഫിയുടെ ഭാഗമായിട്ട് നടക്കുമ്പോൾ ഈ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളത് കണ്ടിട്ടില്ല, നിങ്ങൾ കാണാത്തതുകൊണ്ട് ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞേക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് ഇസ്ലാമിന്റെ ഭാഗമാണ്. ഈ സക്കാത്തിന്റെ അവകാശികളിൽ ഒന്നാണ് ഈ മതത്തിലേക്ക് ആളുകൾ ചാഞ്ഞു നിൽക്കുന്നവരെ പണം കൊടുത്ത് വീഴ്ത്തുക എന്നുള്ളത്. അത് തന്നെ ഇവിടെയൊക്കെ നടക്കുന്നുള്ളൂ. ഈ പണം കൊടുത്തുകൊണ്ട് ഇത് ഏർപ്പെടുന്ന ആളുകളും പോക്കറ്റ് വീർപ്പിക്കും. അത് തട്ടിപ്പിനുള്ള വഴിയായിട്ട് മാറ്റുന്നത് അത് വേറെ വിഷയം. ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാണ്ട് വേറെ. പക്ഷെ മതത്തിൽ അങ്ങനെ വഴിയുള്ളത് ബാക്കിയുള്ള ആളുകൾ ദുരുപയോഗം ചെയ്യുന്നത് അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ മതത്തിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ അത് മതത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ വെളുപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ വെറുതെ വിടില്ല. എക്സ് മുസ്ലിങ്ങൾ അത് പഠിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്, നമ്മൾ അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. Bing bing boo.